ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു സമസ്യയാണ് ചേകന്നൂർ മൗലവി. ചേകന്നൂർ മൗലവിയുടെ ദുരന്തം, അദ്ദേഹത്തെ പെട്ടെന്ന് കാണാതാവുന്നു, കൊല്ലപ്പെട്ടു എന്ന് വരുന്നു, ചില പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ചുവന്ന മണ്ണ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തൊക്കെ JCB ഉപയോഗിച്ച് CBI മണ്ണൊക്കെ മാന്തിയൊക്കെ വലിയ അന്വേഷണമൊക്കെ നടത്തി. ചേകന്നൂർ മൗലവിയുടെ പൊടി പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ എന്താണ് ചേകന്നൂർ മൗലവിക്ക് സംഭവിച്ചത്? സംഭവിച്ചതിനെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഊഹങ്ങളേ ഉള്ളൂ. അന്വേഷണ ഏജൻസിക്ക് പോലും കൃത്യമായി ജനങ്ങളോട് പറയാവുന്ന വിധത്തിൽ അവരുടെ കയ്യിലും കൃത്യമായ ഊഹങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതികൾ ആരാണ് എന്ന് അവർക്കറിയാം. ഗൂഢാലോചന അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്തവരെയൊക്കെ പിന്നെ വെറുതെ ആവശ്യമായ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയും ചെയ്തല്ലോ. മാത്രമല്ല, കൊന്നതാരാണ് എന്നതിലേറെ കൊല്ലിച്ചതാരാണ് എന്നൊക്കെ എല്ലാ മലയാളികൾക്കും അറിയാം. പക്ഷേ അവരിലേക്കൊന്നും അന്വേഷണം എത്തിയില്ല. പക്ഷെ അത് വരട്ടെ സാർ. പക്ഷേ ഞാൻ ചോദിക്കുന്നു, എന്താണ് ചേകന്നൂർ മൗലവിയുടെ പ്രശ്നം? അദ്ദേഹത്തിനെതിരെ ശത്രുത ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ആരായിരുന്നു അദ്ദേഹം? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ. അത് അദ്ദേഹം ഇസ്ലാമിനകത്തെ മൗലികമായി പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട സാമ്പ്രദായിക വിശ്വാസത്തിൽ മൗലികമായ വിയോജിപ്പുകൾ രേഖപ്പെടുത്തി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആനും ഹദീസുമാണല്ലോ. ഈ രണ്ട് പ്രമാണങ്ങളിൽ ഒന്ന് അദ്ദേഹം വളരെ ആഴത്തിൽ പഠിച്ചു. അദ്ദേഹം ഇസ്ലാമിലെ എല്ലാ വിഭാഗത്തിൻ്റെയും കോളേജുകളിലെ അധ്യാപകനായിരുന്നു. പരമ്പരാഗത ഇസ്ലാമിൻ്റെ പള്ളിയിൽ പഠിച്ച ഗുരുവാണ്. പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, അവരുടെ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അധ്യാപകനായിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മൂവ്മെൻറ്റിൻ്റെയും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെതായ പഠനം തുടർന്ന് വന്നപ്പോൾ ഈ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ മുഴുവൻ തള്ളിപ്പറഞ്ഞ് ഒരു വ്യക്തി എന്ന നിലയിൽ വലിയ കലാപം തുടങ്ങി അദ്ദേഹം. ഒരു പുതിയ പ്രസ്ഥാനം, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി അദ്ദേഹം പിന്നെ ഉണ്ടാക്കിയത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. ഇപ്പോൾ ആദ്യത്തെ ഇദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് ഇസ്ലാമിനെ മുന്നോട്ട് പോകാൻ ഈ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്ന് ഖുർആൻ മാത്രം മതി, സുന്നത്ത് മീൻസ് ഈ ഹദീസ് വിശ്വാസയോഗ്യമല്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഖുർആൻ ദൈവത്തിൻ്റെ വചനമാണ്. അത് പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ കൽപ്പനകളെ, ദൈവത്തിൻ്റെ വചനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചതാണ്. അതുകൊണ്ട് ഖുർആനകത്തുള്ളത് മുഴുവൻ ദൈവത്തിൻ്റെ വചനങ്ങളാണ്. അത് മറ്റാരുടേതും ദൈവം നേരിട്ട് പറഞ്ഞതാണ്. അതാണ് ഖുർആൻ. ഹദീസ് എന്ന് പറയുന്നത് പ്രവാചകന്റെ സ്വന്തം വചനങ്ങളാണ്. എന്നുവെച്ചാൽ പ്രവാചകൻ നേരിട്ട് പറഞ്ഞത്, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു. അല്ലെങ്കിൽ ഏതാ പ്രധാനം? തീർച്ചയായിട്ടും ബേസ് ഖുർആനാണ്, ഖുർആൻ മാത്രമാണ്. അപ്പോൾ ചേകന്നൂർ മൗലവി പറഞ്ഞത് ഈ ഹദീസുകളാണ് യഥാർത്ഥത്തിൽ ലോകത്തിലെ മുസ്ലിങ്ങളെ വഴിതെറ്റിച്ചത്. പ്രവാചകൻ പറഞ്ഞത് അല്ല, പ്രവാചകൻ പറഞ്ഞത് എന്ന വ്യാജേന പലപ്പോഴും ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമായ ഹദീസുകളൊക്കെ പ്രവാചകൻ മരിച്ച് ഏറ്റവും ചുരുങ്ങിയത് 200 കൊല്ലത്തിന് ശേഷം പല ഭാഗത്തു നിന്നും അന്വേഷിച്ചു വന്ന ആളുകൾ, പ്രവാചകന്റെ കൂടെ ജീവിച്ചവർ പറഞ്ഞു കേട്ടതായിട്ട് പിന്നീട് രേഖപ്പെടുത്തിയതാണ്. പ്രവാചകൻ പറഞ്ഞതായി കേട്ടതാണ്. അതുകൊണ്ട് പലതും കോൺട്രഡിക്ടറിയാണ്. പ്രവാചകൻ ഒരിടത്ത് പറഞ്ഞത് വിരുദ്ധമായി പിന്നീട് പലരും പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട്. ഖുർആന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരായ പലതും പ്രവാചകൻ പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട്. ഖുർആൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവാചകൻ ചെയ്തതായി ഹദീസുകളിലുണ്ട്. അപ്പോൾ ഈ ഹദീസിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ പിൽക്കാലത്ത് മുജാഹിദുകളൊക്കെ ചെയ്യുന്നത്, ചില ഹദീസുകൾ ഇവരെന്ത് വെച്ചാൽ എല്ലാ ഹദീസുകളെ എടുത്തിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഖുർആന് നിരക്കുന്നതാണോ, അതിന് വിരുദ്ധമാണോ, എന്നിട്ട് അവർ പ്രഖ്യാപിക്കും ഈ ഹദീസ് വിശ്വസനീയമായ ഹദീസാണ്, മറ്റേത് അവിശ്വസനീയമാണ്. അങ്ങനെ വേർതിരിക്കാൻ തുടങ്ങി. ചേകന്നൂർ മൗലവി ഒരു പടി കൂടി കടന്നിട്ട് പറഞ്ഞു, ഈ സാധനമേ വേണ്ട, ഹദീസ് വിശ്വാസ്യമല്ല. ഈ ഹദീസാണ് മനുഷ്യനെ വഴിതെറ്റിച്ചത്. തെറ്റായ മാർഗത്തിൽ ഇസ്ലാമിനെ നയിച്ച ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ സാറിന് അത് മനസ്സിലാവും. ഇപ്പോൾ സ്ത്രീയെ ഒരു സമൂഹത്തിൻ്റെ ഭരണമേൽപ്പിച്ചാൽ ആ സമൂഹം നാശത്തിലേക്കാണ് എന്ന് ഹദീസ് ഉണ്ട്. ഈ ഹദീസ് ഖുർആന്റെ വചനങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് ആ ഹദീസ് വിശ്വസനീയമല്ല എന്ന് ഒരുപാട് ഹദീസുകൾ സ്ത്രീക്ക് വലിയ പദവിയും അംഗീകാരവും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും തുല്യ മീൻസ് ഈ വ്യാഖ്യാനിച്ച് നശിപ്പിക്കുന്നത് ഒഴിച്ചാൽ സ്വത്തിൽ ഉൾപ്പെടെ അല്ല, സ്വത്ത് യഥാർത്ഥത്തിൽ അത് വേറൊരു തർക്ക വിഷയമാണ്. സ്വത്ത് നമ്മളിപ്പോൾ ഇന്ന് തർക്കിക്കുന്ന
സ്വത്തവകാശം, അനന്തരാവകാശം, രക്ഷാകർത്തൃത്വം, വിവാഹമോചനം തുടങ്ങിയ ഡീറ്റെയിൽസ് ഒന്നും ഖുർആനിലില്ല സാറേ. അതിലേക്ക് നയിക്കുന്ന സ്പിരിറ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു വെളിച്ചമുള്ള ധാർമ്മികമായൊരു സൂചനയുണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ പിന്നീട് ഹദീസുകൾ എന്ന വ്യാജേനയും പണ്ഡിതന്മാർ കൂടിയാലോചിച്ച് ഉണ്ടാക്കുന്നതും, പിന്നീട് ഖുർആൻ വ്യാഖ്യാതാക്കളുണ്ട്, ഖുർആൻ വ്യാഖ്യാനം എഴുതിയ പിൽക്കാല പണ്ഡിതന്മാർ അവർ പറഞ്ഞതും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഖുർആനിൻ്റെ അടിസ്ഥാന ദർശനത്തിലേക്ക് തിരിച്ചു ചെന്നാൽ, ഇപ്പോൾ നമ്മുടെ CH മുസ്തഫ മൗലവിയൊക്കെ ചെയ്യുന്ന അതാണ്. ഖുർആൻ്റെ അടിസ്ഥാന ദർശനത്തിലേക്ക് ചെല്ലുമ്പോൾ ഇന്ന് നമ്മൾ വിമർശിക്കുന്നതും വലിയ തോതിൽ ഇസ്ലാമിനെ വഴിതെറ്റിച്ചതുമായ പലതും ഉപേക്ഷിക്കാവുന്നതാണ് എന്ന് ചേകനൂർ മൗലവി പറഞ്ഞു. അദ്ദേഹം ആദ്യം നിഷേധിച്ച സാധനം എന്താണെന്നറിയോ? നമസ്കാരത്തെ. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ കാണിക്കുന്ന 5 നേരത്തെ നിസ്കാരം നിങ്ങൾ ഖുർആനിൽ കാണിച്ചു തരൂ, ഖുർആനിലില്ല. പിന്നെ ഹദീസുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ 5 നേരത്തെ നിസ്കാരം ഉണ്ടാക്കിയത്. അതിനോട് ചേർന്ന കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. എന്ന് വെച്ചാൽ പ്രവാചകൻ ആകാശയാത്രക്ക് പോയി, ബുറാക്കിന്റെ മുകളിൽ കയറി, ബുറാക്കിന്റെ പുറത്ത് കയറി. സാറിന്റെ ഒരു ഇഷ്ടവിഷയമാണത്. അല്ല, ഞാനത് ഇഷ്ടവിഷയം എന്ന് വെച്ചാൽ ഇവിടെ സയന്റിഫിക് ടെമ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്പീക്കറൊക്കെ ഗണപതിക്ക് തലവെച്ചത്, ആനത്തല വെച്ചത് സയന്റിഫിക് ടെമ്പറിന് നിരക്കാത്താണെന്ന് പറയുന്നു. അപ്പോൾ ഈ ബുറാക്കിന്റെ പുറത്ത് കുതിരയുടെ ശരീരവും മനുഷ്യന്റെ ശിരസുമുള്ള ബുറാക്കിന്റെ പുറത്ത് നബി പോയത് സയന്റിഫിക് ടെമ്പറിന് നിരക്കാത്തതാണോ, നിരക്കുന്നതാണോ എന്ന് ഷംസീർ പറഞ്ഞു കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ബുറാക്കിനെ ഓർത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ ഈ ചോദ്യം നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ചേകനൂർ മൗലവി ചോദിച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ബുറാക്ക് എന്ന് പറയുന്ന ഒരു രൂപവും ഒന്നും ഖുർആനിലും ഇല്ല, എവിടെയും പറഞ്ഞിട്ടുമില്ല. അതൊക്കെ ആളുകൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചുണ്ടാക്കിയതാണ്. ബുറാക്ക് എന്ന് പറയുന്ന ഒരു ജീവിയാണ്. സത്യത്തിൽ അത് ഏതൊരു പ്രവാചകനും സാധ്യമാകുന്ന, ഏതൊരു ആത്മീയ പുരുഷനും ഏതൊരു ആത്മീയ വ്യക്തിത്വത്തിനും സാധ്യമാകുന്ന ഒരു മനോയോഗികൾക്കൊക്കെ സാധ്യമാകുന്ന മനോയാത്രയാണത്. പ്രകാശവേഗത്തിൽ പോയി വരാനൊക്കെ സാധിക്കും. മനസ്സിന്റെ വേഗത്തോളം പ്രകാശത്തിനും ഇല്ലല്ലോ, അതിനേക്കാളൊക്കെ കൂടി അതേ സാധ്യതയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ സങ്കല്പങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹം ആകാശയാത്രക്ക്, ഒരു അന്ധവിശ്വാസം എന്താ വെച്ചാൽ ആകാശയാത്രക്ക് പോയിട്ട് ദൈവത്തെ കണ്ടു. അപ്പോൾ ദൈവം കൊടുത്ത സമ്മാനമാണ് ഈ അനുയായികൾ ജീവിതകാലം മുഴുവൻ എന്താ സാറേ, ഒരു ദിവസം 50 നേരം പ്രാർത്ഥിക്കണം. ഇപ്പൊ 5 നേരം പ്രാർത്ഥിക്കാൻ തന്നെയുള്ള പാടാലോചിച്ച് നോക്കും. 50 നേരം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഉത്തരവ് കൊടുത്തു. സന്തോഷം. തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴിയിൽ മുഹമ്മദിന് മുമ്പേയുള്ള മുഴുവൻ പ്രവാചകന്മാരുണ്ട്. പ്രവാചകന്മാരുടെ സന്തോഷത്തോട് പറഞ്ഞു, എനിക്ക് 50 വക്ത് നിസ്കാരം സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. ഈ മോശ ഉണ്ടല്ലോ, ജൂതന്മാരുടെ പ്രവാചകൻ എന്ന് വിശ്വസിക്കപ്പെടുന്ന മോശ, അദ്ദേഹം മാത്രം പറഞ്ഞു, അതാ പോട്ട, ഇത് എന്ത് പണിയാണ്, നിന്റെ അനുയായികൾക്ക് വേറെ വല്ലതും സമയം കിട്ടും. 50 നേരം ഇതുപോലെ പോയി ബാങ്കും കേട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കാൻ നിന്നാൽ പിന്നെ നിനക്ക് വല്ല പണിയും ചെയ്യണ്ടേ അവർക്ക്, നീ എന്തിനാ അത് കേട്ടു പോകുന്നത്, പോടാ തിരിച്ച് മാറ്റി തരാൻ പറ എന്ന് പറഞ്ഞ് തിരിച്ചു പോയിന്നാ. അത് കുറച്ച് പിന്നെ കുറച്ച് കൺസെഷൻ കൊടുത്ത് കുറച്ചാണ് 5 ആയത് എന്നൊരു വിശ്വാസം പോലെ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പം ചേകനൂർ മൗലവി പറഞ്ഞത് ഇത് മുഴുവൻ അന്ധവിശ്വാസമാണ്. ഖുർആനിൽ എവിടെയെങ്കിലും നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി ഉണ്ടെങ്കിൽ പോലും അത് ഈ 3 നേരമേ ഉള്ളൂ. ഉദയാസ്തമയം ഒന്നാലോചിച്ച് നോക്കൂ. സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയാൽ നല്ലതാണ്. പ്രാർത്ഥന ഈ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യാവന്ദനം പോലെ ഉറങ്ങുന്നതിന് മുമ്പ്, അന്നത്തെ വൈകുന്നേരത്തെ മഗ്രിബ്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന, അല്ലാതെ പണിയെടുക്കേണ്ട സമയത്ത് ഈ പ്രാർത്ഥന ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് 5 നേരത്തെ പ്രാർത്ഥന ഇല്ല. അതാണ് അദ്ദേഹം ആദ്യത്തെ കലാപം. നോമ്പ് എന്ന് പറയുന്നൊരു ഏർപ്പാടേ ഇല്ല. അദ്ദേഹം വളരെ യുക്തിപൂർവ്വമാണ് ചോദിച്ചത്. നോമ്പ് എന്ന് പറയുന്നൊരു ഏർപ്പാടില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ചോദിച്ചത് മനുഷ്യന് പട്ടിണി എന്താണെന്ന് അറിയാൻ ഭൂമിയിലുള്ള സകല മനുഷ്യരും 1 മാസം പട്ടിണി കിടക്കണമെന്ന് പറയുമ്പോൾ കൊല്ലം മുഴുവൻ പട്ടിണി കിടക്കുന്ന മനുഷ്യരോട് പിന്നെ എന്താ പറയേണ്ടത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, അങ്ങനെയാണല്ലോ ഈ പറഞ്ഞ മോർണിംഗ്, ഈ രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നാണല്ലോ സമയം. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലത്തിൽ 6 മാസം മുഴുവൻ രാത്രിയും 6 മാസം പകലുമുള്ള രാജ്യങ്ങളുണ്ട് ലോകത്ത്. അവരെന്ത് ചെയ്യും? ഇങ്ങനെ കുറേ ലോജിക്കലായ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. മാത്രമല്ല ഈ ഖുർആനിൽ നോമ്പിന് സൗമ് എന്നാണ് പറയുന്നത്. സൗമിൻ്റെ മീനിങ്ങേ ഇതല്ല. അവനവൻ്റെ ഉള്ളിൽ അനുഷ്ഠിക്കേണ്ട ആത്മാവിൻ്റെ ചില തീരുമാനങ്ങളും ധാരണകളും ഉറപ്പും പ്രതിജ്ഞയും ഒക്കെയാണ്, വ്രതങ്ങളാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും അദ്ദേഹം തർക്കിച്ചു, ഉപയോഗിച്ചു. ബാങ്ക് ഇപ്പോൾ ഒരു വലിയ തർക്കം അതാണല്ലോ, മൈക്കിൽ ബാങ്ക് വിളി
ഒരു സാറ് സ്ഥലത്ത് ചെന്ന് നിന്നാൽ ഒരു നിസ്കാരത്തിന്റെ സമയത്ത് 5ഉം 6ഉം പള്ളിയിലെ ബാങ്ക് കേൾക്കാം. ഞങ്ങളൊക്കെ പല പൊതുയോഗങ്ങൾക്കും ചെന്ന് നിൽക്കുമ്പോൾ ബാങ്കിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ പ്രസംഗം നിർത്തും. അതിന് സ്വാഭാവികമായിട്ട് നിർത്താവുന്നത് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റാണ് ഒരു ബാങ്ക്. ഒന്ന് തീരുമ്പോൾ അപ്പുറത്ത് തുടങ്ങും. നമ്മൾ ഒരുപാട് സമയം അങ്ങനെ പോകും. അപ്പോൾ വല്ലാത്ത സമയം പോകുമ്പോൾ ആളുകളുടെ വഴിക്കും പോകും. അല്ല, ഈ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ത്യയിൽ ഈ കോളാമ്പി ടൈപ്പ് ഉച്ചഭാഷണി നിരോധിച്ചിട്ടുള്ളതാണ്. സുപ്രീം കോടതി കർശനമായിട്ട് വിലക്കിയിട്ടുള്ളതാണ്. ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് സുപ്രീം കോടതി വിധിയും തൊടാൻ പറ്റാതെ ഉച്ചഭാഷണി കോളാമ്പി ടൈപ്പ് ഇരിക്കുന്നത്. ശരി, കേരളത്തിൽ മാത്രം? മുസ്ലിം മസ്ജിദുകളിൽ മാത്രമാണ്, പള്ളികളിലാണ്. ബാക്കി എല്ലായിടത്തും നിയമവിരുദ്ധമാണ്. ക്ഷേത്രങ്ങളിലൊക്കെ നിരോധിച്ചോ? പിന്നെ സുപ്രീം കോടതി വിധിയുണ്ട്. ഉണ്ടല്ലേ? അതെ, ബോക്സാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഓർക്കുന്നില്ലേ, എന്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ വലിയ കോളാമ്പി പോലുള്ള സാധനം വെക്കുമ്പോൾ ഉത്സവത്തിനൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മളിത് കൗതുകമാണ്, ഇതിനകത്തോട് ശബ്ദം വരുന്നത്. ആ സാധനം ഇപ്പൊ ഇല്ല, ഉത്സവ പറമ്പുകളിൽ ഇല്ല. മതത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ഇത് പറഞ്ഞാളാം. ചേകനു മൗലവി പറഞ്ഞതെന്ന് വെച്ചാൽ ബാങ്കേ വേണ്ട, ബാങ്ക് തന്നെ അനിസ്ലാമികമാണ്. എന്തിനാണ് നിങ്ങൾ ഈ മനുഷ്യനോട് ബാങ്ക് വിളിക്കേണ്ടി വന്നത് എന്നാണെന്നറിയാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത് വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, എന്നാൽ ബന്ധപ്പെടാത്തതുമല്ല. അതായത് നമ്മുടെ ഇതുപോലെയുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് വിവിധ മതക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു രാജ്യത്ത് അവർക്ക് മനസ്സിലാവാത്ത ഭാഷയാണെങ്കിലും അതിൻ്റെ അർത്ഥം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അല്ലാഹു അല്ലാതെ ആരാധ്യൻ മറ്റാരുമില്ല, അല്ലാഹു മാത്രമാണ് ഏക ദൈവം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മതവിശ്വാസത്തെ നിഷേധിക്കലും ചോദ്യം ചെയ്യുന്നതല്ലേ? ആണെന്ന് ആദ്യം പറഞ്ഞ ആൾ ചേകനൂരാണ്. അതുകൊണ്ടാണ് ചേകനൂർ പറഞ്ഞ് ബാങ്ക് വിളിക്കരുത്, അനാവശ്യമാണത്. എനിക്ക് എൻ്റെ ദൈവത്തെ വളരെ സ്വകാര്യമായി ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അവകാശമുണ്ട്. അത് നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ ദൈവത്തിന്റെ വഴിയിലേക്ക് വാ, നിന്റെ ദൈവം തെറ്റാണെന്നും പറയുക, ഈ പറഞ്ഞ വാദം ചേകനൂർ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാം, ഈ ബാങ്കേ പാടില്ല, അത് നിരോധിക്കണം എന്നാ. ആരോട്? ലോകത്തിലെ മുസ്ലിങ്ങളോട് പറഞ്ഞു ബാങ്ക് നിരോധിക്കണം. ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നിനൊന്ന്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്ത് വർഗീയത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? വർഗീയത ഉണ്ടാകുന്നത് എൻ്റെ വിശ്വാസം മാത്രം ശരിയാണെന്നും ഭൂമിയിലെ മറ്റുള്ളവരുടെ വിശ്വാസം മുഴുവൻ തെറ്റാണെന്നും വിശ്വസിക്കുമ്പോഴാണ്. അതുകൊണ്ട് മനുഷ്യർ തമ്മിൽ വെറുപ്പും വർഗീയതയും ഇല്ലാതാക്കാൻ എന്താണ് വഴി? ഒരു വഴിയേ ഉള്ളൂ എന്നാ ചേകനൂർ പറഞ്ഞത്. അതെന്താന്ന് വെച്ചാൽ അയൽപക്കത്തുള്ളവനോട് മതസൗഹാർദ്ദം കൂടുകയല്ല, മതസഹിഷ്ണുതയല്ല. എന്ന് പറഞ്ഞാൽ മതസഹിഷ്ണുത സഹിക്കലാണ്. അത് രണ്ടുമല്ല. ശരിയായ മാർഗം എന്താ? സമഭാവനയാണ്. എന്ന് പറഞ്ഞാൽ സർവമത സത്യവാദം ഖുർആനിൽ മഹാത്മാഗാന്ധിയുടെ ഒരു ആശയത്തിൻ്റെ ഒരു ഇസ്ലാമിക് വെർഷൻ, സർവമത സത്യവാദം ഖുർആനിൽ എന്നൊരു കൊച്ചു പുസ്തകം എഴുതി ചേകനൂർ മൗലവി. അതിന് മറുപടി എഴുതാൻ നിന്നില്ല ആരും. മറുപടി എഴുതുക അത്ര എളുപ്പമല്ല. അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊന്നും, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് ഇരുന്ന വിഭാഗങ്ങൾ, ഇപ്പോൾ അബ്ദുള്ള ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. മുജാഹിദ് നേതാക്കന്മാർ പലരും ഉണ്ട്, സുന്നികൾ പലരും ഉണ്ട്. എല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, മൗലവിയോട് വാദിച്ച് ജയിക്കാൻ കഴിയില്ല എന്നാ. ആ പാണ്ഡിത്യത്തിന് മുമ്പിൽ പിന്നെ എന്താ വഴി? തട്ടികളയുക, അവസാനിപ്പിച്ച് കളയുക. ആ വഴിയാണ് സ്വീകരിച്ചത്. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ചേകനൂർ മൗലവി കൊല്ലപ്പെട്ടതിന് ഈ യാഥാസ്ഥിക ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങളെയും വിശ്വാസത്തെയും ആഴത്തിൽ കയർക്കുകയും കലഹിക്കുകയും ചോദ്യം ചെയ്യുകയും, വെറുതെ ചോദ്യം ചെയ്യല്ല, വലിയ പൊതുയോഗങ്ങളിൽ വെല്ലുവിളിക്കുക. വാടാ, ഇത്ര കത്തയക്കുക, സകല പണ്ഡിതന്മാർക്കും കത്തയക്കുക, ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് വരാം, നിങ്ങൾ വാ, മൈക്ക് വെച്ച് തരാം, വന്ന് വാദിക്കുക, ജയിക്കുക. അങ്ങനെ വെല്ലുവിളിച്ചതാണ്. പലയിടത്തും അദ്ദേഹം നിവൃത്തിയില്ലാതെ അദ്ദേഹത്തെ കല്ലെറിയുകയും ആക്രമിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആര് എതിർക്കാൻ വന്നാലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് കോഴിക്കോട് ടൗൺ ഹാളിൽ വലിയ വിയോജിപ്പും ബഹളവും വന്നപ്പോൾ അദ്ദേഹം മൈക്കിൻ്റെ മുമ്പിൽ ഒന്നേ പറഞ്ഞുള്ളൂ, അവിടെ നിന്ന് പറഞ്ഞിട്ട് സമയം കളയണ്ട, ഇങ്ങോട്ട് വന്നോളൂ. കൂക്കി വിളിക്കാനാണെങ്കിൽ ഈ മൈക്കിൻ്റെ മുമ്പിൽ വന്ന് വിളിക്കുക, കൂവ്, പറയാനുള്ളത് പറഞ്ഞോ, ഇതാ ഞാൻ വെറും കയ്യോടെ നിൽക്കുകയാണ്, നിങ്ങളെ ആരും ഒന്നും ചെയ്യൂല. അത്ര ജനാധിപത്യവാദിയായിരുന്നു. ആ മനുഷ്യനെയാണ് നശിപ്പിച്ചത്, അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ഈ പുസ്തകം എനിക്ക് തോന്നുന്നു ചേകനൂർ മൗലവി അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ രീതി പ്രകോപനപരമായി. CH മുസ്തഫ മൗലവി പറഞ്ഞല്ലോ, ചേകനൂർ മൗലവി ഏതാണ്ട് മുസ്തഫ മൗലവി പറയുന്ന ആശയങ്ങളുടെ തന്നെ ഒരു കരട് രൂപം തന്നെയാണ് അവതരിപ്പിച്ചത്. പക്ഷേ പ്രകോപനപരമായിരുന്നു. അദ്ദേഹം സമാധാനത്തിൻ്റെ ഒന്നും ആളല്ല. സമാധാനം എന്ന് വെച്ചാൽ അദ്ദേഹം അതിന് പറഞ്ഞ ന്യായം, ഇവരോട് സാറ് ഇടയ്ക്ക് പറയുന്നൊരു ഭാഷയാണത്, ഇവരോട് ഈ ഭാഷയിലാണ് പറയേണ്ടത്. അങ്ങനെയുണ്ടല്ല, അവർ ഈ മൗലാനമാർ പറയുന്ന യാഥാസ്ഥികത്വത്തിൻ്റെ ഭാഷ എന്താണോ അതേ ഭാഷയിൽ വേണം അവരെ വെല്ലുവിളിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടായതാണ് അദ്ദേഹത്തെ 1993 അപ്പോൾ അദ്ദേഹത്തെ എവിടെ വിളിച്ചാൽ, അതുകൊണ്ട് തന്നെ ആരെവിടെ പ്രസംഗത്തിന് വിളിച്ചാലും അദ്ദേഹത്തിൻ്റെ ആശയം പറയാൻ അദ്ദേഹം പോകും. വന്നവൻ ആരാണ്? നമുക്കൊക്കെ ഒരു രീതി ഉണ്ടല്ലോ,
പരിചയമുള്ളവനാണോ, നമ്മുടെ സംഘടനക്കാരനാണോ, അവിടുത്തെ ഒന്നും ഉറപ്പുവരുത്താൻ ഒന്നുമില്ല. ആര് വന്ന് വിളിച്ചാലും ചേകന്നൂർ മൗലവി പോകും. അങ്ങനെയാണ് 93 ഇപ്പോൾ എത്രയായി, 31 കൊല്ലം എങ്ങാനായി. 93 ജൂലൈ 29 ഒരു വൈകുന്നേരം ഒരു സന്ധ്യയ്ക്ക് മുമ്പ് ആയിട്ട് അസർ ആ സമയത്ത് ഒരു 4 മണിക്ക് ശേഷം അദ്ദേഹത്തെ വന്ന് നേരത്തെ ഫോണിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഒരു പരിപാടിയുണ്ട് കോഴിക്കോട്ട്, അപ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞു. അദ്ദേഹം വെയിറ്റ് ചെയ്തു. അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോയതാണ്. കൊണ്ടുപോയത് എടപ്പാളിനടുത്താണ് ഈ ചേകന്നൂർ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോയത് അദ്ദേഹം നോക്കിയിട്ടില്ല. ഒരു നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ജീപ്പിലാണ്. അത് കഴിഞ്ഞ് ആ വണ്ടി ഏതാണ്ട് കുളപ്പുറത്തെത്തുമ്പോൾ അപ്പോൾ വണ്ടിയിൽ ആരൊക്കെയോ ഉണ്ട്, അവർ ഹായ് പറഞ്ഞ് പരിചയപ്പെട്ടു. പിന്നൊന്നും അദ്ദേഹം ആലോചിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തയും ആലോചനയും അദ്ദേഹത്തിൻ്റെ വായനയൊക്കെ ഇട്ടിരുന്നു. കുളപ്പുറത്തെത്തിയപ്പോൾ സാറേ വണ്ടിക്കൊരു തകരാറുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്ത വണ്ടിയിലേക്ക് കയറി നോക്കുമ്പോൾ ആദ്യത്തെ വണ്ടിയിലുണ്ടായിരുന്ന ആളുകളൊന്നും ആ വണ്ടിയിൽ കയറുന്നില്ല. പുതിയ ഒരു സംഘമാണ്. അവരോടൊപ്പം യാത്രയായി. അവരാണ് പിന്നീട് അന്വേഷണ ഏജൻസികൾ പറഞ്ഞതല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ. അവരാണ് വകവരുത്തിയത്. അവരാണ് ഈ ചുവന്ന കുന്ന്, നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളുടെ നാടിനടുത്താണ്. ചുവന്ന മണ്ണോ? ചുവന്ന കുന്നിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ മറവ് ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത്രയുമാണ് രണ്ടാമത്തെ സംഘത്തിൻ്റെ ദൗത്യം. പക്ഷെ മറവ് ചെയ്ത സ്ഥലത്ത് നിന്ന് മൃതദേഹം ചൂടാറുന്നതിന് മുമ്പ് മറ്റൊരു സംഘം കൊണ്ടുപോയി കുഴിച്ചെടുത്ത് മാറ്റാനുള്ള ഒരു സംഘം. ആ സംഘം കൊണ്ടുപോയി മറ്റെവിടെയോ നിക്ഷേപിച്ചു. ദൃശ്യം സിനിമ വന്നപ്പോൾ എന്നോട് അതിൻ്റെ ചില ആന്തരിക രഹസ്യങ്ങൾ അക്കാലത്തെ അറിയാവുന്ന ചേകന്നൂരിനോട് ഉള്ളുകൊണ്ട് അനുഭവം ഉണ്ടായിരുന്ന, എന്നാൽ പുറത്തു പറയാൻ ധൈര്യമില്ലാത്ത ഈ ചുവന്നകുന്ന് ഭാഗത്തെ എനിക്ക് പരിചയമുള്ളൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞത്, കുട്ടികൾ ഇന്നലെ ദൃശ്യം സിനിമ കണ്ടു. വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്, പഴയ കാലത്തെ വിദ്യാഭ്യാസം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടികൾ ഇന്നലെ ദൃശ്യം സിനിമ കണ്ടു വന്നിട്ട് എന്നോട് കഥ പറഞ്ഞു. എടാ, ചേകന്നൂരിൻ്റെ കഥയുടെ മുമ്പിൽ ഇതൊന്നും അല്ല കേട്ടോ. ഒരു പക്ഷേ ഈ ചേകന്നൂരിനെ കൊന്ന വല്ല ഉസ്താദുമാരും ആയിരിക്കണം ഈ കഥ പറഞ്ഞു കൊടുത്തത് എന്നോട് പറഞ്ഞു. എന്നുവെച്ചാൽ മനസ്സിലായില്ലേ, സംഘം തിരിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടത് അദ്ദേഹം ഊഹിക്കുന്നു. ആ ഊഹം തെറ്റാൻ സാധ്യതയില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹം അറിഞ്ഞത് ഇങ്ങനെയാണ്, ഈ കൊണ്ടുപോയ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പിലെ സംഘം അവർക്ക് ഇന്ന സ്ഥലത്ത് കുളപ്പുറത്തെത്തുമ്പോൾ ഒരു കാറ് വരും, അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെന്നല്ലാതെ അവർ തമ്മിൽ പരിചയമില്ല. ഓപ്പറേഷൻ ഓർക്കണം. ഈ കാറിൽ കൃത്യം ചെയ്തിട്ട് ചുവന്ന കുന്നിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു കുഴിയിൽ കൊണ്ടുപോയി മറവ് ചെയ്യണം എന്നല്ലാതെ ബാക്കി അവർക്ക് അറിഞ്ഞൂടാ. ചുവന്ന കുന്നിൽ നിന്ന് അന്ന് കോഴിക്കോട് വിമാനത്താവളത്തിന് മണ്ണെടുക്കുന്നുണ്ട്. ആ മണ്ണെടുക്കുന്ന കോൺട്രാക്ടർമാരിൽ പലരും നമ്മുടെ പല മൗലാനമാർക്കും വേണ്ടപ്പെട്ടവരാണ്. അവരുടെ അത്തരക്കാരുടേതാണ് ആ കുന്നും ഒക്കെ. കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് മണ്ണുമായി പോയ ഒരു ടിപ്പർ ലോറിയിൽ എവിടെയോ ഈ മഹാപണ്ഡിതൻ്റെ ജഡമുണ്ടായിരുന്നിരിക്കണം. കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ റൺവേക്കടിയിലാണ് ആ ജഡമുള്ളതെങ്കിൽ എൻ്റെ പൊന്നു സുനിൽ സാറേ, ലോകാവസാനം വരെ ആർക്കെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? പറ്റില്ല. ഈ ചോദ്യമാണ് ചേകന്നൂരിൻ്റെ. അതുകൊണ്ട് ചേകന്നൂർ എവിടെയുണ്ട് എന്ന് എനിക്കും അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ വേദനിക്കുന്ന മനസ്സുകൾ പലതും ഊഹിക്കുന്നുണ്ട്. ഊഹിക്കുന്നത് ശരിയാവാൻ സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ മാന്തിയെടുക്കുന്ന ശക്തന്മാരായ നമ്മുടെ അന്വേഷണ സംഘത്തിന് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജഡം ചുവന്ന കുന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ 2 ചെരുപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അത് മാത്രമാണ് തെളിവ്. അത് വെച്ചിട്ട് കൊണ്ടുപോയത് ഈ ക്ഷണിച്ചു കൊണ്ടുപോയ അംസമൗലവിയാണ് ഉൾപ്പെടെയുള്ള ആളുകളെ. അവർക്ക് സത്യം പറഞ്ഞാൽ അവർ സാധുക്കളാണ്, ഇരകളാണ്. അവരെ ഏൽപ്പിച്ച പണി അവർ ചെയ്തു കൊടുത്തു. അല്ല, ദൃശ്യം സിനിമയിൽ പോലീസ് സ്റ്റേഷൻ്റെ തറ കുഴിച്ചു നോക്കാനെങ്കിലും കഴിഞ്ഞു. പക്ഷേ ഏതന്വേഷണ ഏജൻസി വന്നാലും ഒരിക്കലും കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ റൺവേ മുഴുവൻ പൊളിച്ചു പരിശോധിക്കാൻ ഒരു കാലത്തും നടക്കില്ല, അസാധ്യമാണ്. ചെറിയ ബുദ്ധിയല്ലാതെ. ഞാനത് കേട്ടപ്പോൾ എനിക്കൊരു ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പറഞ്ഞ ആളുടെ പേര് പറയാൻ പാടില്ല. അതെ. ഏതായാലും ഭയങ്കര ഷോക്കിംഗ് ആണ്, അതിഭീകരമാണ്. ഇപ്പോൾ 10-31 കൊല്ലമായി. പിന്നെ നടന്നതൊക്കെ ഹിസ്റ്ററിയാണ്, നമുക്കറിയാം. അന്വേഷണം എവിടെ എത്തിയില്ല. ഏതായാലും ചേകന്നൂർ മൗലവിക്ക് നമുക്കൊരു ആദരാഞ്ജലികൾ അർപ്പിക്കാം. തീർച്ചയായിട്ടും. ജൂലൈ 29 ഞാൻ എല്ലാ കൊല്ലവും അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് പോയി 2 വാക്ക് പറഞ്ഞോ പറയാതെയും കണ്ണടച്ച് ധ്യാനിച്ചും ഒക്കെ പോരാറുണ്ട്. ഈ കൊല്ലവും നമുക്കത് ഇപ്പോൾ ABCക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണം. നേരം തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.